കോടികൾ കൊയ്യുമ്പോഴും അദാനിക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് ഇപ്പോഴുള്ളത്. ശതകോടീശ്വരനും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൗതം അദാനിക്കെതിരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. അദാനിയുടെ ഇടപാടുകളിൽ JPC അന്വേഷണം വേണമെന്നും അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും രാഹുൽ ആഞ്ഞടിച്ചു. ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസെടുത്ത പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടി എന്നതാണ് അദാനിക്കെതിരായ കേസ്. കോഴ നൽകിയ വിവരം US നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകി എന്നതുമാണ് അദാനിക്കെതിരായ കുറ്റപത്രത്തിലുള്ളത്. കേസിന്റെ പശ്ചാത്തലം നോക്കിയാൽ ഗൗതം അദാനിയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അദാനി അമേരിക്കൻ നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളും ലംഘിച്ചു എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദാനി സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, മോദിയുടെ സുഹൃത്താണെന്നതാണത്. അദാനിക്കെതിരെ ഇന്ത്യയിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല, സെബി മേധാവിയെ ഉടൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നും രാഹുൽ പറഞ്ഞു. മോദിയുടെ സമ്പൂർണ്ണ പിന്തുണ അദാനിക്കുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതിനാൽ മോദിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരായാലും അന്വേഷണം നേരിടണമെന്നും BJP എന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവ് ഇതിലില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPയുടെ ഫണ്ടിംഗ് അദാനിയുടെ കയ്യിലാണ് എന്നും അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സെബി മേധാവി അദാനി BJP നെക്സസിനെ തങ്ങൾ തുറന്നു കാട്ടുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഗൗതം അദാനി, ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് US-ൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്കിൽ US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അദാനി മോദി ബന്ധം വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചൂട് പിടിപ്പിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്.